ഹലോ ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മറിയൻ ഡിസൈൻസ്. ഇന്ന് നമുക്കൊരു കുർത്തി കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് കണ്ടു നോക്കാം. അപ്പോൾ കുർത്തിയുടെ നെക്കിൻ്റെ ഡിസൈനാണ് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഇതുപോലൊരു പ്രിൻറ്റഡ് മെറ്റീരിയൽ വെച്ചിട്ടാണ്, കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ പ്ലെയിൻ മെറ്റീരിയൽസ് വെച്ചിട്ട്, പ്രിൻറ്റഡ് മെറ്റീരിയൽ വെച്ച് അടിപൊളിയായിട്ട് നെക്ക് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ പ്ലെയിൻ മെറ്റീരിയൽസൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ പ്രിൻറ്റഡ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നെക്ക് ഡിസൈൻ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുർത്തിയുടെ കട്ടിങ് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. 38 ഇഞ്ചസ് ചെസ്റ്റ് അളവുള്ള ആളുടെ മെഷർമെൻറ്റിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ 44 ഇഞ്ചസ് നമുക്ക് മെറ്റീരിയൽസിന് വിഡ്ത്തുണ്ട്. അപ്പോൾ ആ വിഡ്ത്ത് നമുക്ക് ഫുള്ളായിട്ട് എടുക്കാതെ നമുക്ക് ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് എത്ര വിഡ്ത്താണോ വേണ്ടത്, പിന്നെ സ്ലിറ്റ് മടക്കി അടിക്കാനുള്ള തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതുപോലെ മെറ്റീരിയൽ ഒന്ന് ഫോൾഡ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്ലീവ് എഴുപ്പില്ലാത്ത രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് സ്ലീവ് വെട്ടിയെടുക്കാനുള്ള മെറ്റീരിയൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. 6.5 ഇഞ്ചസാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആം ഹോളും 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 6.5 ഇഞ്ച് എടുക്കാൻ നോക്കിയിട്ട് പിന്നെ ഞാൻ ഒരു 6.25 ഇഞ്ചിലേക്ക് കുറച്ച് ആം ഹോൾ കൂട്ടിയെടുത്തിട്ടുണ്ട്. മെഷർമെൻറ്റ് നോക്കിയപ്പോൾ കുറച്ച് കൈക്ക് വണ്ണം കൂടുതലുള്ള ആളാണ് കേട്ടോ. എൻ്റെ ആം ഹോൾ കുറച്ച് കൂട്ടിയെടുത്തിട്ടുണ്ട്, ഒരു 4 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെസ്റ്റ് അളവ് 11.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബോഡിക്ക് വേണ്ടുന്ന ലൂസും തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാനിവിടെ 11.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 15 ഇഞ്ചാണ് ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ ഹൈറ്റ് അനുസരിച്ച്, ബോഡിയുടെ ഷേപ്പ് അനുസരിച്ച് അറേഞ്ച് കുറവോ കൂടുതലോ ഒക്കെ വരാവുന്നതാണ്. അവിടെ ഞാനൊരു 10.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സ്ലിറ്റർക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഓരോ കസ്റ്റമറുടെ ഇഷ്ടാനുസരണം എടുക്കാം കേട്ടോ. സ്ലിറ്റിന് ഇറക്കം മാർക്ക് ചെയ്തിട്ട് അവിടെ ഞാൻ ഹിപ്പിന് വണ്ണം എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ തയ്യൽ തുമ്പും കൂടെ ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ 11.25 ഇഞ്ചാണ് അളവ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഹിപ്പിന് സൈസ് ഉള്ളവരാണെങ്കിൽ ആ സൈസിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസും കൂടെ കൂട്ടിയിട്ട് പിന്നെ +1 ഇഞ്ച് നമുക്ക് സ്ലിറ്റ് തയ്ക്കാനുള്ള തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി താഴെ ഭാഗം നമ്മൾ വിഡ്ത്ത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടെ എടുക്കുന്ന വണ്ണത്തേക്കാൾ 2 ഇഞ്ചൊക്കെ കൂട്ടിയാണ് എടുക്കാറ്. സ്ട്രെയിറ്റ് കട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ എന്തായാലും മെഷർമെൻറ്റ് ചെയ്ത് നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് അകലം നോർമൽ രീതിയിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്യുകയാണ് 2.5 കൊടുക്കാറ്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ 3 ഇഞ്ച് അളവിലേക്കാണ് നമുക്ക് നെക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പീസ് നെക്കിന് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1.5 ഇഞ്ച് വീതിയിൽ ഒരു പീസ് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ 4.5 ഇഞ്ചസ് നമുക്ക് സെൻറ്റർ പോർഷനിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ക്യാൻവാസിലാണ് ഈ പോർഷൻ കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര ഇഞ്ച് വീതിയിലാണോ നമുക്ക് മെറ്റീരിയൽ വെക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഇതുപോലെ കണ്ടുപിടിക്കണം കേട്ടോ. നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എത്ര വിഡ്ത്താണ് വേണ്ടത്, പ്ലസ് നമ്മൾ എത്ര വീതിക്കാണോ, ചിലപ്പോൾ 1 ഇഞ്ച് വെച്ചാൽ മതി, ചിലപ്പോൾ 1/2 ഇഞ്ച് വെച്ചാൽ മതി, അല്ലെങ്കിൽ 1.5 ഇഞ്ച്, അത് എത്ര വീതിക്കാണോ നമ്മൾ വെക്കുന്നത് ആ വീതിയും കൂടെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ നെക്കിന് നമുക്ക് എത്ര അകലം വേണമെന്ന് നമുക്ക് കണ്ടുപിടിച്ചെടുക്കാം. അപ്പോൾ അവിടെ ഒരു കട്ടിട്ട് കൊടുക്കുക. അതുപോലെ നെക്കിൻ്റെ സെൻറ്റർ പോർഷനും കട്ടിട്ട് കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആം ഹോളൊന്ന് കുഴിച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു യോക്ക് പോർഷൻ ഒരു 13.5-14 ഇഞ്ചൊക്കെ വരെ നമുക്ക് ഈ മെറ്റീരിയൽ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പം നമുക്കിനി അതിൻ്റെ അളവ് ക്യാൻവാസിലേക്ക് എടുത്തിട്ട് അത് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് സെൻറ്റർ പോർഷനിൽ നിന്ന് ആ മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ക്യാൻവാസ് ഞാനിതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. നമുക്ക് 4.5 ഇഞ്ച് വേണമല്ലോ. അപ്പോൾ അതിനേക്കാൾ 1 ഇഞ്ചോ 1.5 ഇഞ്ചോടെ എക്സ്ട്രാ വീതി കിട്ടാൻ പാകത്തിന് വേണം കേട്ടോ മടക്കി ഇടാൻ. അപ്പോൾ മുകൾ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ പറഞ്ഞ 4.5 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 13.5 ഇഞ്ചാണ് യോക്കിന് ലെങ്ത്ത് വേണ്ടത് എന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ തയ്യൽ തുമ്പ് പോകുമല്ലോ, അതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് 14 ഇഞ്ച് ആഡ് ചെയ്ത് എടുക്കണം കേട്ടോ. അതുപോലെ തന്നെ താഴെ ഭാഗത്ത് നമുക്ക് വേണ്ടുന്ന വിഡ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. നമുക്ക് സെൻറ്റർ പോർഷനിൽ നിന്ന് എത്രയാണ് അകലം വേണ്ടത് അത് വിട്ടിട്ട് നമ്മുടെ 1.5 ഇഞ്ചിൻ്റെ മെറ്റീരിയലിൻ്റെ അളവും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ ടോട്ടൽ 1 ഇഞ്ച് മതി എന്നുണ്ടെങ്കിൽ നമ്മൾ സെൻറ്ററിൽ 1/2 ഇഞ്ചാണ് കൊടുക്കാവുള്ളൂ. സെൻറ്ററിൽ 2 ഇഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വിടർത്തി കഴിയുമ്പോൾ 2 ഇഞ്ച് കിട്ടുമല്ലോ. അവിടെ നിന്ന് 1.5 ഇഞ്ച് നമ്മൾക്ക് എത്ര പീസാണോ വെക്കേണ്ടത് ആ പീസിൻ്റെ അകലം, ഞാനിവിടെ 1.5 ഇഞ്ചാണ് എടുക്കുന്നത്.
അപ്പോൾ ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ വെച്ച് കൊടുക്കുന്ന പീസിൻ്റെ ആ 1.5 ഇഞ്ച് വീതിയും കൂടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് താഴെ ഭാഗത്തും ഒന്ന് മെഷർമെൻറ്റ് എടുക്കാം. ഇനി ചേർന്ന് വരണം, നമുക്ക് 1 ഇഞ്ച് അകലം മതി ടോട്ടൽ എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് വേണ്ടുന്ന ബാൻഡിൻ്റെ വീതിയും ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ നമുക്ക് എത്രയാണോ അകലം വേണ്ടത് അത് ഹാഫാക്കിയിട്ടാണല്ലോ എടുക്കുന്നത്, ആ ഹാഫ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. പ്ലസ് 1.5 ഇഞ്ച് നമുക്ക് വേണ്ടുന്ന തുണിയുടെ വീതി അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ 1 ഇഞ്ച് വെച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം 1.5 ഇഞ്ച് വീതിയും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് 1/2 ഇഞ്ചാണ് വേണ്ടതുണ്ടെങ്കിൽ 1/2 ഇഞ്ച് കഴിഞ്ഞിട്ട് 1.5 ഇഞ്ചോടെ കൂട്ടി അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാനിവിടെ 1 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ നമുക്ക് 2 ഇഞ്ച് അകലം കിട്ടും. അതിനുശേഷം ആ ഷേപ്പ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ക്യാൻവാസ് വെച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ക്യാൻവാസിൽ കട്ട് ചെയ്യുമ്പോൾ സെൻറ്റർ പോർഷനിൽ നമ്മളൊന്ന് കട്ടിട്ട് കൊടുക്കണം. അതുപോലെ നെക്കിന് വിട്ട് മാറിപ്പോകാതിരിക്കാൻ ആ നെക്ക് കട്ട് ചെയ്യുന്ന ഭാഗത്തുള്ള ബാൻഡ് അതുപോലെ തന്നെ 1/2 ഇഞ്ച് വീതിയിൽ നിർത്തി കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ അതൊന്ന് അയൺ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതേ അളവിൽ തന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ 3 സൈഡിലും കൊടുത്തിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് സെൻറ്റർ നോക്കി ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നെക്കിലേക്ക് വേണ്ടുന്ന ബാൻഡിൻ്റെ അളവ് ഞാൻ 1.5 ഇഞ്ചെന്ന് പറഞ്ഞല്ലോ, അതിന് വേണ്ടുന്നുള്ള പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 1.5 ഇഞ്ച് നമുക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഒരു 3 ഇഞ്ച് വേണമല്ലോ, പിന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. അപ്പോൾ ഡബിൾ ഫോൾഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 4 ഇഞ്ച് വേണം നമുക്ക്. 1/2 ഇഞ്ച് വെച്ച് 2 സൈഡിലും പോകുമ്പോൾ 1 ഇഞ്ചല്ല എക്സ്ട്രാ പോകുന്നു. അപ്പോൾ 3 1 4 ഇഞ്ച്, അങ്ങനെ 4 ഇഞ്ച് വീതിയിലുള്ള 2 പീസ് 2 സൈഡിലേക്കും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 ഇഞ്ച് വീതിയിലുള്ള 2 പീസ് ഞാനിവിടെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടുന്ന വീതി എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ പ്ലസ് 1 ഇഞ്ചോടെ എക്സ്ട്രാ എടുക്കുക. 2 ഇഞ്ച് വീതി ആണ് വേണ്ടതെങ്കിൽ 2 ഇഞ്ചിൻ്റെ ഇരട്ടി 4 ഇഞ്ച് പ്ലസ് 1 5 ഇഞ്ച് എടുക്കുക. നമുക്ക് 1 ഇഞ്ച് വീതിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് എടുത്ത് പ്ലസ് 1 ഇഞ്ചോടെ കൂട്ടി 3 ഇഞ്ച് എടുക്കുക, അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മടക്കി ഇട്ടിട്ടാണ് ഇത് വെക്കുന്നത്, ഒരു കട്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതാണ് നമ്മൾ ഇരട്ടി എടുക്കുന്നത് കേട്ടോ. നമ്മൾ അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാൻവാസ് വെച്ചിരിക്കുന്ന മെറ്റീരിയലിൻ്റെ സൈഡിൽ 1/2 ഇഞ്ച് വീതം തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ലൈനിങ്ങും നമ്മുടെ നല്ല പീസും കൂടെ അറ്റാച്ച് ആക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനിട്ട് സെൻറ്ററിൽ കൂടെ ഒന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ക്യാൻവാസിൻ്റെ എഡ്ജിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്ത് നമുക്ക് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് ഉൾഭാഗം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നടുക്കുന്നുള്ള പോർഷൻ നമ്മൾക്ക് തയ്ച്ച് ഉള്ളിലേക്ക് പോകാനുള്ള തയ്യൽ തുമ്പ് ഇട്ടിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. അങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം അകത്തേക്ക് വെച്ചിട്ടാണ് ഞാനൊന്ന് പതിച്ച് കൊടുത്തത്. ഇനി നമുക്ക് നമ്മുടെ നെക്കിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്ന പീസ് 2ആയിട്ട് തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഒന്ന് പതിച്ച് തേച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫിനിഷായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1.5 ഇഞ്ച് വീതിയിലാണല്ലോ നമുക്കിവിടെ ബാൻഡ് വേണ്ടത്. അപ്പോൾ ഒരേ അളവിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ 1.5 ഇഞ്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അളവ് മാറിപ്പോകാതിരിക്കാനാണ്. ഇനി നമുക്ക് നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പോർഷൻ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത പൊസിഷനിൽ കൂടെ നമ്മുടെ 1.5 ഇഞ്ച് വീതിയാണ് നമുക്ക് വേണ്ടത്. ആ പൊസിഷനിൽ കൂടെ തന്നെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ താഴെ വരുമ്പോൾ ആ എഡ്ജ് കോൺ വരുന്നുണ്ടല്ലോ, ആ കോൺ വരുമ്പോൾ സ്റ്റിച്ച് ചെയ്തത് നിർത്തി വെക്കുക കേട്ടോ. ഞാനിവിടെ വട്ടം അങ്ങ് അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാനത് സ്റ്റിച്ച് ചെയ്യാൻ സമയത്ത് അഴിച്ചെടുത്തിട്ട് പിൻ ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ വരുന്ന പൊസിഷൻ ഉണ്ടല്ലോ അവിടെ ഒന്ന് കെട്ടിട്ട് നിർത്തിയേക്കുക. ഞാനിവിടെ സ്ട്രെയിറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്തു, പക്ഷേ അത് നിവർത്തി കഴിഞ്ഞപ്പോൾ ചുളിവുണ്ടായിരുന്നു. കാരണം ഇതൊരു ചെരിഞ്ഞ പൊസിഷനിലാണല്ലോ ഇരിക്കുന്നത്. അപ്പം ആ ചെരിവ് നമുക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്ന പീസിലും വേണം. ഞാനിവിടെ സ്ട്രെയിറ്റ് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തു. അപ്പം നെക്ക് എടുത്ത് നോക്കിയപ്പോൾ ഒരു പിടുത്തം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചെരിവ് ഒരു 1/4 ഇഞ്ചിൻ്റെ ചെരിവാണ് വരുന്നത്. പക്ഷേ ആ ചെരിവ് വേണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തത് അഴിച്ചെടുത്തിട്ട് പിന്നെ പിൻ ചെയ്തിട്ടാണ് ബാക്കി പോർഷൻ ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു പിടുത്തം വന്നുകൊണ്ട് നെക്കിൻ്റെ അകലം കറക്റ്റ് കിട്ടാത്തതുകൊണ്ട് ഞാനത് അഴിച്ചിട്ടിട്ട് ഫ്രീ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് പിന്നീട് ചെയ്തത് കേട്ടോ. പിന്നെ ഇനി നെക്കിന് നമുക്ക് ലെങ്ത് എത്രയാണോ വേണ്ടത് അത് പ്ലസ് 1/2 ഇഞ്ച് നമ്മൾ നെക്കിൻ്റെ ഇറക്കം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക.
അതിനുശേഷം നമുക്കൊരു പീസ് അതിൻ്റെ ഉൾഭാഗത്ത് നെക്കിന് ഇറക്കം കഴിഞ്ഞിട്ടുള്ള ബാക്കി ഹോള് ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കണം. അപ്പം ഞാനൊരു 11 ഇഞ്ചൊക്കെ വീതിയും ഒരു 17-18 ഇഞ്ച് ലെങ്ത്തും ഉള്ള ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്കിൻ്റെ എഡ്ജ് വരുന്ന ഭാഗത്തേക്ക് നമുക്ക് ഈ ഫോൾഡിങ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്ക് ലെങ്ത്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഹോള് അടച്ചെടുക്കാൻ പാകത്തിനൊരു മെറ്റീരിയൽ എടുക്കുക. അത് ഡബിൾ ഫോൾഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നെക്കിൻ്റെ പോർഷൻ ഫിനിഷ് ആയിട്ടിരിക്കും. അത്രയാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് മുകളിൽ നമ്മളെടുത്ത നെക്കിൻ്റെ വിഡ്ത്ത് എന്തായാലും താഴെ കിട്ടത്തില്ല, ചെരിഞ്ഞാണല്ലോ വരുന്നത്. അപ്പോൾ ഒരു 2.25 അല്ലെങ്കിൽ ഒരു 2.5 ഇഞ്ചൊക്കെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ട് മുകളിൽ 6 ഇഞ്ചാണ് നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടേണ്ടത്. നമ്മൾ അങ്ങനെയാണല്ലോ എടുത്തിരിക്കുന്നത്, 3 ഇഞ്ച് വരാൻ പാകത്തിനാണല്ലോ എടുത്തത്. അപ്പോൾ അങ്ങനെ കിട്ടാൻ പാകത്തിന് മുകൾ ഭാഗം നെക്കൊന്ന് ടേപ്പിന് നമുക്കൊന്ന് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് അങ്ങനെ വെച്ച് ഇപ്പോൾ ഞാൻ കാണിക്കും പോലെ തന്നെ വെച്ചെടുക്കുക കേട്ടോ. 6 ഇഞ്ച് ആണെന്ന് അളവ് വരുത്തിയതിന് ശേഷം താഴത്തെ ആ അകലം ഉണ്ടല്ലോ അതൊന്ന് കറക്റ്റ് പൊസിഷനിലേക്ക് വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ തെന്നി മാറാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് കഴുത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതുപോലെ 6 ഇഞ്ച് അകലം വെച്ച് കൊടുക്കുക. നെക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനേക്കാൾ 1/2 ഇഞ്ച് കൂട്ടി വേണം നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പം 1/2 ഇഞ്ച് കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്ത് ഇതുപോലെ പിൻ ചെയ്തെടുത്തതിന് ശേഷം ആ എഡ്ജിൽ കൂടെ തന്നെ നമ്മൾ ആ പീസ് വെച്ച് അടിച്ചു കൊടുത്ത എഡ്ജിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി നമ്മൾ കട്ട് ചെയ്യുന്ന മെഷർമെൻറ്റൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ആ മെറ്റീരിയൽസിൽ പ്രിൻറ്റഡ് മെറ്റീരിയൽ ബട്ടൺസ് പൊതിഞ്ഞെടുത്തിട്ട് ഞാൻ ആ ബട്ടൺസും സെൻറ്റർ പോർഷനിലൊന്ന് തുന്നി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പ്ലെയിൻ മെറ്റീരിയൽ അടിപൊളി കുർത്തിയാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ പുതിയ പുതിയ മോഡലുകൾ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.